കുറച്ച് ദിവസങ്ങളായി അപ്പുവിനോടൊത്തുള്ള അമ്മയെ തേടിയുള്ള യാത്രയിലാണല്ലോ നമ്മൾ. ഈ യാത്രയുടെ തുടക്കം മുതൽ പങ്കെടുക്കാൻ പറ്റാത്തവർക്കായി കഴിഞ്ഞ രംഗങ്ങൾ. മനോഹരമായ പാൽക്കുളം മേട്ടിലാണ് പാലരുവി വനം. നമ്മുടെ അപ്പുവും അവൻ്റെ അമ്മയും കൂട്ടുകാരോടൊത്ത് താമസിക്കുന്നത് അവിടെയാണ്. അപ്പു അവൻ്റെ കൂട്ടുകാരോടൊത്ത് പാലരുവിയിൽ നീന്തിത്തുടിച്ചും സഹോദരങ്ങളോടൊപ്പം സ്നേഹം പങ്കുവച്ചും വളരെ സന്തോഷത്തോടെ ജീവിച്ചു പോന്നു. പെട്ടെന്ന് ഒരു ദിവസം അപ്പു അമ്മയിൽ നിന്നും കൂട്ടുകാരിൽ നിന്നും ഒറ്റപ്പെട്ടു പോകുന്നു. പേടിച്ചു നിൽക്കുന്ന അപ്പുവിന് ഒരു കുഞ്ഞിക്കുരുവിയെ കൂട്ടുകിട്ടുന്നു. തുടർന്ന് മരത്തിൻ്റെ ചില്ലയിൽ ചാടിക്കളിച്ച പങ്കൻ കുരങ്ങൻ കുഞ്ഞിനെ കുഴിയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. വള്ളിപ്പടർപ്പിൽ വീണുകിടന്ന മിന്നുമാനിനെ അപ്പു രക്ഷപ്പെടുത്തുന്നതോടും കൂടി മിന്നുമാനും അമ്മയും അപ്പുവിൻ്റെ കൂട്ടുകാരായി. രാത്രിയിൽ വലിയൊരു മരത്തിൻ്റെ താഴെയായി ഒത്തുകൂടിയ കൂട്ടുകാർക്ക് കാവലായി ചിങ്കൻ കുരങ്ങനും കുഞ്ഞിക്കുരുവിയും മരത്തിനു മുകളിലിരുന്ന് ചുറ്റുപാടും നിരീക്ഷിച്ചു. ആ രാത്രിയിൽ നക്ഷത്രങ്ങൾ അപ്പുവിനോട് കഥ പറഞ്ഞു. അവനത് കൂടുതൽ ആത്മവിശ്വാസം നൽകി. കുറേ അധികം കൂട്ടുകാർ അപ്പുവിൻ്റെയും കൂട്ടുകാരുടെയും ഒപ്പം കളിക്കുവാൻ എത്തിച്ചേർന്നു. ഇടയ്ക്ക് ഒരു കൊമ്പൻ അവരെ നിരീക്ഷിച്ച് കടന്നുപോയി. അപ്പുവിന് മഴ വലിയ ഇഷ്ടമാണ്. വെള്ളത്തിൽ ചാടിക്കളിച്ചും കൂട്ടുകാരുടെ ദേഹത്ത് വെള്ളം ചീറ്റിച്ചും അപ്പു വികൃതി കാട്ടി. തുമ്പിക്കൈകൊണ്ട് വെള്ളം കോരിയെടുത്തു. വെള്ളത്തിൽ തുള്ളിക്കളിച്ചു. മിന്നുമാനിനെ അവളുടെ അമ്മ അന്നേ തിരികെ വിളിച്ചതാണ്. പക്ഷേ അവൾക്ക് കൂട്ടുകാരെ വിട്ടു പോരാൻ സങ്കടമായിരുന്നു. അപ്പോൾ പിന്നെ അമ്മയും കൂടെ കൂടുകയായിരുന്നു. അത് നന്നായി എന്ന് മിന്നുവിൻ്റെ അമ്മയ്ക്ക് തോന്നി. ഇത്ര സന്തോഷത്തിൽ ഇതുവരെ കൂട്ടുകാരോടൊത്ത് കളിച്ചിട്ടേയില്ല. വിശന്നപ്പോൾ പങ്കൻ കുഞ്ഞ് മരത്തിൽ കയറി ധാരാളം പഴങ്ങൾ ശേഖരിച്ചു. അപ്പുവിൻ്റെ നേതൃത്വത്തിൽ പങ്കുവെച്ച് എല്ലാവരും കഴിച്ചു. വിശപ്പടക്കി. അരുവിയിൽ നിന്നും വെള്ളം കുടിച്ചു. വിശപ്പും ദാഹവും തീർത്ത അവർ അപ്പുവിൻ്റെ അമ്മയെ തേടിയുള്ള യാത്ര തുടർന്നു. അങ്ങനെ 5 കൂട്ടുകാർ ഇപ്പോൾ ഒരേ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിലാണ്. അപ്പു, കുഞ്ഞിക്കുരുവി, പങ്കൻ കുഞ്ഞിക്കുരങ്ങൻ, മിന്നുമാനും അവളുടെ അമ്മയും. അവർ കാടും പുഴയും കടന്ന് മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. അപ്പുവും കൂട്ടുകാരും വെള്ളത്തിലെ കയത്തിൽ പെടും എന്ന് ഉറപ്പായപ്പോൾ പെട്ടെന്ന് കൊമ്പൻ അവരെ രക്ഷിക്കുന്നു. അതോടെ കൊമ്പനോടുള്ള അവരുടെ അകൽച്ച മാറുന്നു. ചേട്ടാ, ചേട്ടൻ്റെ പേരെന്താ? ഞാൻ വിക്രമൻ. ഈ കാട്ടിലാണ് എൻ്റെ താമസം. നിങ്ങളെ ഇടയ്ക്കൊക്കെ ഞാൻ കാണാറുണ്ട് കേട്ടോ. കുറച്ചു നേരം അവരോടൊത്ത് ചിലവഴിച്ച വിക്രമൻ തിരികെ നടന്നു. വീണ്ടും കൂട്ടുകാർ യാത്ര തുടർന്നു. സൂര്യൻ്റെ പൊൻകിരണങ്ങൾ കാടിന് സ്വർണ്ണപ്രഭ നൽകി. കാട് കൂടുതൽ മനോഹരിയായി കാണപ്പെട്ടു. പെട്ടെന്ന് പങ്കൻ കുറുക്കൻ അവരുടെ അടുത്തേക്കെത്തി. മൃദു മന്ദഹാസം തൂകിക്കൊണ്ടാണ് അവൻ്റെ വരവ്. ആഹാ, കൂട്ടുകാരെ, നിങ്ങൾ എവിടുന്നാണ്? ഇതുവരെ എവിടെയെങ്കിലും കണ്ടിട്ടില്ലല്ലോ. ഞാൻ അപ്പു. ഇവർ എൻ്റെ കൂട്ടുകാരാണ്. നീ ആരാണ്? ഞാൻ പങ്കൻ. എന്നെ അറിയാത്തവരായി ഈ കാട്ടിൽ ആരുമില്ല. ആട്ടെ, നിങ്ങൾ യാത്ര ചെയ്ത് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ. വരൂ, ഞാൻ നിങ്ങൾക്ക് ധാരാളം ഭക്ഷണം നൽകാം. ഒന്ന് വിശ്രമിച്ചിട്ട് യാത്ര തുടരാം. പങ്കൻ പറഞ്ഞു. ഇല്ല, സമയമില്ല. ഞങ്ങൾ അപ്പുവിൻ്റെ അമ്മയെ തേടിയുള്ള യാത്രയിലാണ്. പിന്നീട് ഒരിക്കലാവാം. അതെയോ? എങ്കിൽ ഞാനും നിങ്ങളുടെ കൂടെ പോരാം. എന്താ? കൂട്ടുകാർ പരസ്പരം നോക്കി. ആയിക്കോട്ടെ, കുഞ്ഞിക്കിളി പറഞ്ഞു. കുഞ്ഞിക്കിളിയെ പങ്കൻ കയ്യിലെടുത്തു. ഇതിനിടയിൽ പങ്കൻ രഹസ്യ സന്ദേശം കൈമാറി ജമ്പൻ സിംഹത്തിന്. ഇത് മുഴുവൻ നമുക്കുള്ളതാണ്. ഒട്ടും തിരക്ക് കൂട്ടിയാക്കരുത് കേട്ടോ. ഈ സമയത്ത് വിക്രമൻ കടന്നു വന്നു. ആഹാ, വിക്രമൻ ചേട്ടൻ വന്നല്ലോ. കൂട്ടുകാർ വിളിച്ചു കൂവി. സിംഹം കൂടുതൽ ഒളിച്ചു കിടന്നു. നീ എന്താ ഇവിടെ? കുറുക്കനെ പറ്റി അറിയാവുന്ന വിക്രമൻ ചോദിച്ചു. ഞാൻ ഇവരുടെ കൂട്ടുകാരനാണ്. ഇവർക്ക് വിശ്രമിക്കാനുള്ള സൗകര്യം കൊടുക്കാൻ വന്നതാണ്. കുറുക്കനെ അത്ര വിശ്വാസം വന്നില്ല എങ്കിലും വിക്രമൻ മറുപടി ഒന്നും പറഞ്ഞില്ല. കുറച്ചു നേരം വിക്രമനും കൂട്ടുകാരോടൊത്ത് യാത്ര ചെയ്തു. അവൻ അവരുടെ യാത്ര നോക്കി നിന്നു. അവൻ്റെ സാമീപ്യം കൂട്ടുകാർക്ക് കൂടുതൽ ആത്മബലം നൽകി. നമ്മുടെ പങ്കൻ കുറുക്കൻ ഓരോരോ കഥകൾ പറഞ്ഞ് അവരെ രസിപ്പിച്ചുകൊണ്ടേയിരുന്നു. പണ്ട് ഒരു ആനക്കുട്ടി അവൻ്റെ അമ്മയെ തേടി ഇതുവഴി വന്നു. ഞാൻ അവനെ കൂട്ടിക്കൊണ്ട് താഴ്വരയിൽ പോയി ധാരാളം ഭക്ഷണം കൊടുത്തു. അവനത് കഴിച്ച് വിശ്രമിച്ച് അധികം താമസിയാതെ അവൻ അവൻ്റെ അമ്മയെ കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പുവിൻ്റെ ഹൃദയം സന്തോഷത്താൽ തുടികൊട്ടി. ഒരുപക്ഷേ അമ്മയിലേക്കുള്ള ദൂരം കുറഞ്ഞിട്ടുണ്ടാവും, അവൻ ഓർത്തു. വിക്രമൻ അവൻ്റെ കുറച്ച് കൂട്ടുകാരോടൊത്ത് വീണ്ടും എത്തി. മുഖത്ത് നല്ല ഗൗരവം. ഇത് കണ്ട അപ്പു തമാശയ്ക്കൊരു പാട്ടുപാടി. കാടുകുലുക്കി നടന്നു വരുന്നു കരിമല പോലൊരു കൊമ്പൻ, മുമ്പിൽ കണ്ടാൽ വൻപുലിയെയും കൊമ്പിൽ കോർക്കും വമ്പൻ.
കാട്ടാറിൽ പോയി നീരാട്ട് കഴിഞ്ഞെഴുന്നള്ളുകയല്ലേ, ഈന്തത്തളിരും പച്ചത്തണലും കാട്ടിൽ സുഖമല്ലേ. കൂട്ടുകാരത് ഏറ്റുപാടി. പക്ഷേ അവൻ്റെ മുഖത്ത് ഗൗരവം തന്നെയായിരുന്നു. അവൻ പങ്കൻ കുറുക്കനെ രൂക്ഷമായി നോക്കി. ചതിയാ, നീ എൻ്റെ കൂട്ടുകാരെ സിംഹത്തിന് ഭക്ഷണമാക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അല്ലേ? നിന്നെ ഞാൻ... കൂട്ടുകാർ നടുങ്ങിപ്പോയി. സിംഹം ഓടി ഒളിക്കുന്നത് കൂട്ടുകാർ കണ്ടു. വിക്രമൻ തുമ്പിക്കൈ ആഞ്ഞു വീശി. പങ്കൻ ജീവനും കൊണ്ട് പറന്നു. ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ എല്ലാവരും പരസ്പരം കെട്ടിപ്പുണർന്നു. കുഞ്ഞിക്കുരുവി വിക്രമൻ്റെ മുതുകിൽ കയറി ഇരിപ്പുറപ്പിച്ചു. ചിങ്കനാണെങ്കിൽ കാലിൽ കെട്ടിപ്പിടിച്ചങ്ങ് കിടന്നു. വിക്രമൻ അപ്പുവിനെ തൻ്റെ തുമ്പിക്കൈ കൊണ്ട് ഗാഢം പുണർന്നു നിന്നു. വിക്രമൻ തിരികെ പോകുന്നു എന്ന് ചിന്തിച്ച അപ്പുവും കൂട്ടുകാരും, ചേട്ടാ ഇനി ഞങ്ങളെ വിട്ടു പോകല്ലേ, ഞങ്ങൾക്ക് പേടിയുണ്ട്. ഇനിയും സിംഹം വന്നാൽ? ഇല്ല, ഇനി ഞാൻ നിങ്ങളെ തനിച്ച് വിടില്ല. അപ്പു അമ്മയുടെ അടുത്ത് എത്തുന്നത് വരെ ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാവും. വീണ്ടും യാത്ര തുടരുന്നു. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക്